ഈ കുട്ടികളൊക്കെ മക്കളെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നേ? കാണാൻ വന്നതാ? കാണുന്നത് പോലെ കണ്ണീരിൽ കുതിർന്ന ഒരു അന്ത്യയാത്രയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എസ് വിജയകുമാർ തുടരുകയാണ്. മക്കളെല്ലാം കൂട്ടി നിൽക്കുന്ന ഇവര് മഴയൊക്കെ നനഞ്ഞു നിൽക്കുകയാണല്ലോ. ഇവർക്ക് വി എസിന്റെ ഈ പോരാട്ടവും രാഷ്ട്രീയവും കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അപ്പോ എസ് കെ ഇതാ 1, 2, 3, 4, 5, 6 അവരെല്ലാവരും കാണാൻ നിൽക്കുകയാണ്. വി എസ് മുൻ മുഖ്യമന്ത്രിയാണെന്നറിയാം. വി എസ് ഒരു പോരാളിയാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ കൂടെയുള്ളവരൊക്കെ വി എസിന്റെ കഥകളൊക്കെ പോരാട്ട കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ വി എസ് ആരാണെന്ന് ഒരു പ്രാഥമികമായി അവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഈ വലിയ ജനക്കൂട്ടം എന്നത് വലിയ ഒരു പുരുഷാരമാണ് ഇവിടെ കാണുന്നത്. അവരിൽ വി എസിനെ അറിയാവുന്നവർ, വി എസിന്റെ പോരാട്ടത്തിനൊപ്പം സുജിത്ത് അഴീക്കോട്. വി എസ് എന്നൊരു വികാരമാണ്, അതുകൊണ്ടാണ് ഈ മഴ വി എസിനെ വന്നിട്ട് നോക്കി കാണുക. അതാണ് വി എസ് അവിടെയൊക്കെ വന്ന് കണ്ടൊക്കെ വന്നപ്പോൾ കണ്ടിരുന്നു. ഇതുപോലത്തെ ഒരു സഖാവിനെ ഇനി നമുക്ക് തിരിച്ച് ഇനിയും നമുക്ക് ആ സഖാവിന്റെ പ്രസംഗം അങ്ങനെ കേൾക്കാനേ പറ്റുള്ളൂ എന്നൊരു സങ്കടം ഉണ്ടോ? ഉണ്ട്, വിഷമമുണ്ട്. ആ ഒരു വിഷമമുണ്ട്. നെഞ്ചിൽ വേർപാട്, വി എസിന്റെ വേർപാട് വല്ലാത്തൊരു എന്താ പറയുക ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. ഇത് കഴിഞ്ഞിട്ട് നോക്കിയിടും. അഴീക്കോട് എൻ്റെ പേരിൽ ഇത് ഈ നമ്മൾ ഇങ്ങനെ ആളുകളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ വി എസിനെ പറ്റിയുള്ള ഓർമ്മകൾ ഉള്ള എത്രയോ ആയിരങ്ങൾ ഇവിടെ വലിയ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എസ്കേൻ അറിയാം. നോക്കുന്ന വെള്ളക്കെട്ടിലാണ് ആളുകൾ നിൽക്കുന്നത്. വെള്ളക്കെട്ടിൽ ആളുകളുടെ കാല് മൂടാവുന്ന അത്രയും വെള്ളമുണ്ട്. ആ വെള്ളക്കെട്ടിൽ നിന്നുകൊണ്ടാണ് ഇത് അമ്മമാരും സഹോദരങ്ങളും അടങ്ങുന്ന വലിയ സംഘം. നോക്കുക, അത് എനിക്ക് തോന്നുന്നു കുറച്ച് മലിനജലം കൂടിയാണെന്ന് തോന്നുന്നു. ആ വെള്ളക്കെട്ടിൽ നിന്നാണ് അവരൊക്കെ ഇതിലൂടെ കടന്നു പോകുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ മോനെ ഇവിടെ വി അറിയാവോ? നേരത്തെ വി എസിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? വി എസ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ അറിയാമോ? ആരാ വി എസിനെ പറ്റി പറഞ്ഞതാണ്? അതിന്റെ ഒരു ഏകീകരണം കണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇങ്ങനെ മക്കളൊക്കെ ഉണ്ട് എസ് കെ. ഇവിടെ ഏറ്റവും നോക്കൂ, ഇത് ഒരു നേതാവിനോട് ഒരു ജനക്കൂട്ടം കാണിക്കുന്ന വലിയ ആദരവിന്റെ ഒരു ഭാഗം കൂടിയാണ് എസ് കെ. നോക്കൂ, ഏതാണ്ട് ചെളിവെള്ളം ആണ്, ചെളി നിറഞ്ഞ വെള്ളമാണ്. ആ വെള്ളത്തിലൂടെ ചവിട്ടിയാണ് ഈ ആളുകളൊക്കെ വി എസിനെ കാണാൻ വേണ്ടി ഇവിടേക്ക് പോകുന്നത്, പോലീസ് പരേഡ് ഗ്രൗണ്ടിലൂടെ അകത്തേക്ക് പോകുന്നത്. എത്ര സമയം ഈ വെള്ളത്തിൽ, ഈ മലിനജലത്തിലൊക്കെ നിന്നിട്ടായിരിക്കാം ഇവരൊക്കെ വി എസിനെ ഒഴുകിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലൂടെയാണ് ഇവർ വി എസിനെ അവസാനമായി കാണാൻ അവിടേക്ക് പോകുന്നത്. അപ്പോൾ ആളുകൾ എത്ര ത്യാഗം സഹിച്ചും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അതൊന്നും കണക്കിലെടുക്കാതെയും അവരുടെ നേതാവിനെ അവസാനമായി കാണാൻ ഇങ്ങനെ പോകുന്നു. അതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ വളരെ പ്രായമായവരുണ്ട്, അമ്മമാരുണ്ട്, മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ അടങ്ങുന്ന ഒരു സംഘം അവരിങ്ങനെ ഈ വെള്ളത്തിലൂടെയൊക്കെ വി എസിനെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. കുറേ സമയമായി, ഏതാണ്ട് 6-7 മണിക്കൂറായി ഇവിടെ നീണ്ട നിരയിൽ നിൽക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു. നിങ്ങളും ഈ വെള്ളത്തിലിറങ്ങാൻ പോവാണോ? വേറെ വഴിയിലൂടെ വി എസിന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അല്ല, വി എസിന്റെ വഴികളും അങ്ങനെ ആയിരുന്നു. ഒന്നും എളുപ്പമുള്ള അല്ലെങ്കിൽ മറ്റേ മെത്ത വിരിച്ച വഴികളല്ല, കല്ലും മുള്ളും നിറഞ്ഞ വഴി. അതെ, ഞങ്ങൾ ഇന്ന് കണ്ടിട്ടേ പോവുള്ളൂ. ഇതുപോലെ തന്നെ ഈ കുറേ നേരം ഞങ്ങൾ ഒരു 4-5 മണിക്കൂറായി ക്യൂ നിൽക്കുന്നത്. അപ്പോൾ അത് അനുസരിച്ച് ഞങ്ങൾ ഈ കണ്ടിട്ടേ പോകുന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിലാണ്. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ എറണാകുളം അല്ലേ?
പക്ഷെ അവിടെ ഒരു കുട്ടി VS-ന്റെ ചിത്രം വരച്ച് നിൽക്കുന്നുണ്ട്. എനിക്ക് അവിടേക്ക് എത്താൻ കഴിയുന്നില്ല. അതാ മോനെ പേരെന്താ? അഖിലേഷ് അല്ലേ? SK ആ കുട്ടിയുടെ പേര് അഖിലേഷ് എന്നാണ്. അഖിലേഷ് വരച്ചതാണ്. എന്ന് വരച്ചതാ ഈ ചിത്രം? ഇന്നലെ വരച്ചതാണ് അല്ലേ? യെസ്. അപ്പോൾ ഈ ചിത്രം ഇന്നലെ വരച്ചതാണ്. SK അഖിലേഷ് എന്നാണ് അവൻ്റെ പേര്. എനിക്ക് അവിടേക്ക് എത്താൻ കഴിയുന്നില്ല. വലിയ തിരക്കും ഉള്ളതുകൊണ്ട് അവിടേക്ക് നീങ്ങി ഒരു പ്രതികരണം എടുക്കാൻ കഴിയുന്നില്ല. അവൻ്റെ വീട് എവിടെ മോനെ? വീട് എവിടാ? കാട്ടൂർ എന്ന സ്ഥലത്താണ് അഖിലേഷിന്റെ വീട്. അഖിലേഷ് ഇന്നലെ വരച്ചതാണ്. VS-നോടുള്ള ആദര സൂചകമായി ആ ചിത്രവും കൊണ്ടാണ് VS-നെ കാണാൻ വേണ്ടി പോകുന്ന. ഹൃദയഹാരിയായ അല്ലെങ്കിൽ ഹൃദയഭേദകമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഇതാ VS-ന്റെ ഈ പറയുന്ന ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന റെക്രിയേഷൻ ഗ്രൗണ്ടിലെ ഈ കാഴ്ചകൾ നീങ്ങുന്നത്. മുദ്രാവാക്യം മുഴക്കി ഈ പ്രവർത്തകരൊക്കെ VS-നെ അവസാനമായി കാണാൻ ഇങ്ങനെ കടന്നു പോവുകയാണ്.